ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആണ്. കണ്ടു നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പറമ്പിൽ നമുക്ക് ഓണമൊക്കെ അല്ലേ, അപ്പോൾ ചേന 2 എണ്ണം പറിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് കളച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അച്ഛനാണ് കളയ്ക്കാൻ കൈക്കോട്ടൊക്കെ എടുത്ത് പറമ്പിലോട്ട് വിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളും കൂടെ പോയി. അപ്പോൾ അമ്മയുടെ പ്ലാനിൽ അത്യാവശ്യം പ്രായമായി നല്ലൊരു വലിയൊരു ചേനയുടെ കിഴങ്ങനുണ്ടാവും എന്നുള്ളതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്തി നമുക്ക് ചേമ്പും ചേനയൊക്കെ പാടെ മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് കളച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കിളച്ച് കിളച്ച് മണ്ണിനടിയിലേക്ക് എത്തിയപ്പോഴും ചേനയുടെ വിത്ത് കാണാനില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ ആകെ പാളി. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചേനയുടെ വിത്ത് ഉണ്ടായിട്ടില്ല കേട്ടോ. ഉണ്ടായിട്ടില്ല എന്നല്ല, എന്തോ കേട് സംഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത്ര, അല്ലെങ്കിൽ അമ്മയുടെ പ്ലാൻ അനുസരിച്ച് ചേനയുടെ വയസ്സനുസരിച്ചുള്ള വിത്തൊന്നും അതിനില്ല കേട്ടോ. വലിയൊരു തണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ആ താഴത്തേക്കുള്ള വിത്ത് വളരെ ചെറിയൊരു വിത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ എല്ലാം പാളി. അമ്മയുടെ പ്ലാനൊക്കെ തെറ്റിട്ടോ. ചേനയുടെ ആ തണ്ടൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു കേട്ടോ, വലിയൊരു വിത്ത് തന്നെയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത്. പക്ഷേ എന്തോ ചെറിയൊരു വിത്ത് മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് കേട്ടോ. നമ്മുടെ പറമ്പിൽ 2 ചേന കൂടി ഉണ്ട്. നമുക്ക് ഏതായാലും പറിച്ചു തുടങ്ങിയല്ലോ, അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് കളച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ ചേനയുടെ വിത്ത് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവയ്ക്കാം കേട്ടോ. അങ്ങനെ അടുത്ത ചേനയുടെ മുകളിലൂടെ നമുക്ക് കളച്ച് നോക്കാം കേട്ടോ. ഇത് അത്യാവശ്യം വലിയ പ്രായമൊന്നും ആയിട്ടില്ല. വളരെ കുറച്ച് കാലേ ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ വിത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വിത്താട്ടോ. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ പ്രായം കുറഞ്ഞതും വളരെ ചെറുതുമാണ്. പക്ഷെ നമുക്കന്ന് കിട്ടിയ വിത്ത് അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ നിരാശപ്പെടുത്തിയില്ല കേട്ടോ. ഇത് അത്യാവശ്യം നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ നല്ല സൈസുള്ളൊരു വിത്തായിരുന്നു കേട്ടോ. അങ്ങനെ 2 മുരട്ടീന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ചേനയുടെ വിത്തുകളാട്ടത്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓണത്തിന് ഇനിയിപ്പോൾ അവിയലോ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ചേന വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നമ്മുടെ പരിപാടി വിജയിച്ചു കേട്ടോ. ആദ്യത്തേത് വലിയ തണ്ടൊക്കെ കണ്ടപ്പോൾ നമ്മൾ വലിയൊരു ചേനയുടെ വിത്ത് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിച്ചു കേട്ടോ. അമ്മയുടെ പ്രതീക്ഷ തന്നെയായിരുന്നു, നമുക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചേനയൊക്കെ കിട്ടി. നമ്മൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക,
ഇത് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ.